ഹായ്. അപ്പച്ചി, ഇപ്പൊ ഉള്ള സമൂഹത്തിൽ നടക്കുന്ന വെച്ചാൽ എല്ലായിടത്തും അല്ല, ചിലയിടങ്ങളിൽ അമ്മയും അച്ഛൻ ബാധിതം അനാഥാലയത്തിൽ കൊണ്ട് തള്ളക്കൊക്കെ ഇല്ലേ ഇപ്പൊ നടക്കുന്നേ. അതിനെ കുറിച്ച് അപ്പച്ചിയുടെ അഭിപ്രായം എന്തുവാ? ഇന്നത്തെ സമൂഹത്തില് നമ്മൾ വളർന്ന സമയത്തുള്ള മക്കളല്ല. അവർക്ക് വയസ്സായ അമ്മുമ്മയായാലും അപ്പൂപ്പനായാലും അച്ഛനായാലും അമ്മയായാലും അവർ സംസാരിക്കുന്നതും അവര് കൈക്ക് തുപ്പണതും മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് വെറുപ്പാണ്. അതില് അമ്മയ്ക്കും അച്ഛനും വൈഷമ്യമുള്ള രീതിയിലൊക്കെ ഇപ്പോഴത്തെ മക്കൾ സംസാരിക്കും. നമ്മൾ വിചാരിക്കും നമ്മളെ കുട്ടികളല്ലേ, അത് പോട്ടെ പറഞ്ഞു മനസ്സിലാക്കും. പക്ഷെ അവർക്ക് വൈഷമ്യം കൂടുമ്പോൾ ഈ മക്കളുടെ അച്ഛനായാലും അമ്മയായാലും അവര് വിചാരിക്കും ഇനി നമ്മളെ അച്ഛനും അമ്മയും ഇവിടെ ഇട്ട് വരെ വിഷമിപ്പിക്കണ്ട, അവരെ ഒരു അനാഥാലയത്തിൽ കൊണ്ടുവന്നാക്കി അതിന്റെ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിക്കാം. പക്ഷെ അവര് അമ്മയും അപ്പൂപ്പനും അമ്മമ്മയും അവര് വയസ്സായതാണ്, അവർക്ക് വിഷമങ്ങളൊന്നുമില്ല. പക്ഷെ ചിന്തിക്കണം, നാളെ അവരെ ഗതിയും ഇതുപോലെ അവര് ചിന്തിക്കും, നാളെ എന്റെ മക്കൾക്കും ഇങ്ങനെ തന്നെ വരും എന്ന് വിചാരിച്ച് അവര് രണ്ടു വട്ടം പറഞ്ഞ് മനസ്സുകൊണ്ട് ഉരുവാ മതി. അത് ശാപമാണ്, അത് ചെയ്യാൻ പാടില്ല. അമ്മയും അച്ഛനും എന്ന് പറഞ്ഞാൽ ലോകത്ത് ദൈവത്തെക്കാളും ഭയഭക്തിയോടെ കാണാനുള്ളതാണ് അമ്മയും അച്ഛനും. അല്ലാതെ ദൈവത്തിന് തുല്യം അമ്മയും അച്ഛനും പിന്നെ പറയും പോലെ അല്ല കാര്യങ്ങള്. അമ്മയും അച്ഛനെയും നമ്മളെ മക്കളും നമ്മളെ ചെറുമക്കളും അവരെ അന്യോന്യം സ്നേഹമായിട്ട് അവരോട് പെരുമാറണം. അപ്പോൾ അവരെ മനസ്സ് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അവരെ കാശുണ്ടെങ്കിലാ, അവരെ വകയുണ്ടെങ്കിലാ മക്കൾക്ക് ചെറുമക്കൾക്ക് കൊടുത്ത് അവര് ഇതെങ്ങനെ അത് ശാപമായി തന്നെ വരും. അത് വരാൻ പാടില്ല. അമ്മയും അച്ഛനെയും വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും